ഒരു മൃതദേഹ പരിശോധന 41 ദിവസം കഴിഞ്ഞ് അസ്വാഭാവിക മരണമാണ് എന്ന പരാതി അടക്കമുള്ളപ്പോൾ 41 ദിവസം കഴിഞ്ഞ് പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാട് എങ്ങനെയാണ് എടുക്കാൻ കഴിയുന്നത്? ഇവിടെ സ്റ്റേറ്റിന് ഒരു വോയിസ് ഇല്ലേ? ഗോപൻ സ്വാമിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുവരെ കല്ലറ പൊളിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതായത് കറക്റ്റ് ഡേറ്റ് ഇവരാരും പറഞ്ഞിട്ടില്ല. അനുയോജ്യമായ ഒരു സമയത്ത് ഈ കല്ലറ പൊളിക്കുമെന്നാണ് ഇപ്പോൾ പറയണത്. ശരിക്കും ഇന്നലെ ആയിരുന്നു ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്യുന്നൊക്കെ പറഞ്ഞത്. ഒരുപാട് മീഡിയക്കാർ ഈ ഒരു വിഷയത്തിൽ എടുത്തു വെച്ചിട്ട് ചർച്ച ചെയ്തതുമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം നീട്ടി കൊണ്ടുപോകണമെന്ന് എനിക്കറിയത്തില്ല. കാര്യം അതിനകത്ത് കിടക്കുന്ന ഒരു ബോഡിയാണ്. അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സത്യം കണ്ടുപിടിക്കാൻ പറ്റും. ഇത് പഴകും തോറും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുപോലെ മനസ്സിലാക്കാതെ വീണ്ടും ഈ ഒരു കാര്യം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ സത്യം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ ആ ഒരു ഡെഡ് ബോഡി പുറത്തിറക്കിയിട്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിന്റെ സത്യങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇത് കാണിക്കുന്നത് ഭയങ്കര വൃത്തിയുടെ പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വാർത്തയൊന്ന് കണ്ടുപോക്കാം. അപ്പോൾ കൃത്യമായ മെഡിക്കൽ റിപ്പോർട്ട് വേണം എങ്കിൽ അത് താമസം വിന നടത്തേണ്ട ഒരു പരിശോധനയാണ് എന്നിരിക്കെ എന്തിനാണ് ജില്ലാ ഭരണകൂടം കാത്തിരിക്കുന്നത്? ആരെയാണ് ജില്ലാ ഭരണകൂടം ഭയക്കുന്നത്? അഭിലാഷ്, അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട ആ ഒരു ദുരൂഹതകൾ ആരംഭിച്ചിട്ട് ഈ ഗോപൻ സ്വാമി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഉച്ചയ്ക്ക് രാവിലെ 11 മണിയോടുകൂടി ഈ കാണുന്ന സ്ഥലത്ത് വന്ന് സമാധിയാകുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഈ കാണുന്ന ഈ കോൺക്രീറ്റ് അറയ്ക്കുള്ളിൽ അദ്ദേഹം ഇരുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം തന്നെ പിന്നിടുകയാണ്. ഇപ്പോഴും ഈ ജില്ലാ ഭരണകൂടവും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ കളക്ടറിനെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് പൊളിക്കുമെന്ന കുടുംബത്തെ ഉൾപ്പെടെ ആ ചർച്ചയ്ക്കൊടുവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചതാണ്. പക്ഷേ ഇതിനുശേഷം ഒരു തുടർ നടപടികൾ ഈ 3 ദിവസം കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല. രാവിലെ തന്നെ കളക്ടർ പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങളില്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി ഇവിടെ നടപടി ഉണ്ടാകി മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുമെന്നാണ് കളക്ടർ പറഞ്ഞത്. ഇതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളില്ല, ഈ സാമുദായിക സംഘടനകളായിട്ടൊക്കെ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്, മറ്റു പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കളക്ടർക്ക് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകി. പക്ഷേ ഈ റിപ്പോർട്ട് കിട്ടി നടപടിയെടുക്കുമെന്ന് പറഞ്ഞ കളക്ടറിനെ തൊട്ടടുത്ത് നമ്മൾ വീണ്ടും കളക്ടറുമായി സംസാരിച്ചപ്പോൾ പറയുന്നത് ഏറ്റവും ഉചിതമായ ഒരു സമയത്ത് ഉണ്ടാവും, അത് എപ്പോഴാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് മറുപടി ലഭിച്ചത്. ഈ ഉചിതമായ സമയം പോവുകയാണല്ലോ ജിബിൻ. 41 ദിവസത്തെ പ്രാർത്ഥന പൂർത്തീകരിക്കണം എന്നുള്ളതൊക്കെയാണ് ആവശ്യമെന്ന് പറയുന്നത്. ഒരു മൃതദേഹ പരിശോധന 41 ദിവസം കഴിഞ്ഞ് അസ്വാഭാവിക മരണമാണ് എന്ന പരാതി അടക്കമുള്ളപ്പോൾ 41 ദിവസം കഴിഞ്ഞ് പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാട് എങ്ങനെയാണ് എടുക്കാൻ കഴിയുന്നത്? ഇവിടെ സ്റ്റേറ്റിന് ഒരു വോയിസ് ഇല്ലേ? കേട്ടല്ലോ പറയുന്നത്. ജില്ലാ ഭരണകൂടം എന്താണ് ഈ ഒരു വിഷയത്തിൽ കാണിക്കാൻ അറിയത്തില്ല. ഒരാൾ മരിച്ചിട്ട് അതിന്റെ സത്യം കണ്ടെത്താൻ എത്രയും പെട്ടെന്നാണ് നോക്കേണ്ടത്. കാര്യം ഇങ്ങനെയൊക്കെയുള്ള കേസിൽ വളരെ പെട്ടെന്നാണ് ചെയ്യേണ്ടത്. കാര്യം നരബലി പോലെയുള്ള പല കേസുകളും നമ്മൾ കണ്ടതാണ്. അതിനകത്ത് എത്രയോ പെട്ടെന്ന് ഇവർ ബോഡിയുടെ കാര്യങ്ങൾ എടുക്കുന്നു, കാര്യങ്ങൾ അതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായ ഡിലേ ഉണ്ടാക്കുവാണ്. അതായത് അനാവശ്യമായിട്ടുള്ള ന്യായങ്ങളാണ് ഈ പറയണത്. അതായത് സത്യം പറയാലോ, അത് അവിടെ ഈ വർഗീയത എന്ന് പറയുന്ന ഒരു സാധനം പുറപ്പെടുവിച്ചതിന്റെ പേരിലാണ് ഇവിടെ ഇവരെല്ലാവരും മടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ അന്ധമായ വിശ്വാസത്തിൽ ആരെങ്കിലും ഇങ്ങനെ മടിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? കോടതിയിൽ ഈ ഒരു കാര്യമായിട്ട് എന്ന് കഴിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പാണ് നമുക്ക് ഇതെടുത്ത് കളയത്തേ ഉള്ളൂ. കാര്യം കല്ലറ പൊളിക്കാനേ പറയത്തുള്ളൂ. കാര്യം ഇനി കോടതിയിൽ പോകുമ്പോഴത്തേക്ക് ഇത് അത്രയും നീളി പോവുകയാണ്. ശരിക്കും നെയ്യാറ്റിൻകരയിലുള്ള പോലീസുകാരാണ് മാക്സിമം ഫോഴ്സിനെ ഇറക്കിയിട്ട് അവിടെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവന്മാരെ എല്ലാവരും പിടിച്ചു മാറ്റി നിർത്തിയിട്ട് ഈ ഒരു സംഭവം ചെയ്യുക തന്നെ ചെയ്യണം. അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഈ പറയുന്ന അതായത് കുടുംബം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബം അതുപോലെ തന്നെ കുടുംബത്തിന്റെ അഭിഭാഷകനും പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം കുടുംബത്തിന് നേരിട്ടെത്തിക്കൊണ്ട് ഇത് എന്നാണ് ഈ ഒരു സമാധി എന്നാണ് പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുക എന്ന തരത്തിൽ കുടുംബത്തിന് കൃത്യമായി സമയം പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് നൽകുമെന്നാണ് അന്ന് നടന്ന ചർച്ചയ്ക്കൊടുവിൽ കുടുംബത്തെ അറിയിച്ചിരുന്നത്. ഈ ഒരു കത്ത് കയ്യിൽ കിട്ടിയാലാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും. ഇന്ന് രാവിലെയോടുകൂടി തന്നെ കത്ത് കിട്ടും. തുടർന്ന് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഈ കുടുംബം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമാധി സംബന്ധിച്ച് 41 ദിവസത്തെ ചടങ്ങുകൾ പൂജകളും ഒക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഈ നടപടി ഉണ്ടാകാൻ പാടില്ല എന്ന് കോടതിയെ അറിയിക്കുമെന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഇതിൽ ഈ പറഞ്ഞ മധു പറഞ്ഞതുപോലെ തന്നെ ഈ 41 ദിവസം ഈ ഒരു മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താതെ കാത്തിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു മരണം സംബന്ധിച്ച് ഉള്ള ദുരൂഹതകളൊക്കെ തന്നെ നീങ്ങുന്നതിന് വളരെയധികം പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്രയും ദിവസം കഴിഞ്ഞ് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ കാരണങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ഈ മെഡിക്കൽ സംഘത്തിനൊക്കെ തന്നെ പരിശോധന നടത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംശയം നേരിലാണ്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ കാര്യമാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിലാണ് ഇപ്പോഴും കാര്യങ്ങൾ ഇരിക്കുന്നത്. ജില്ലാ ഭരണകൂടം ഇത് പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത നിമിഷം തന്നെ ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പോലീസും തയ്യാറാണ്. പോലീസും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത് അതാണ്. കാരണം എത്രയും വേഗം തന്നെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളൊക്കെ തന്നെ നീക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറഞ്ഞതാണ് ഇവിടെ അവർക്കെല്ലാം അറിയേണ്ടത് ഇത് സാധാരണഗതിയിൽ ഉണ്ടായ ഒരു മരണമാണോ ഒരു സമാധിയാണോ അല്ലെങ്കിൽ ഈ മരണം എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ ഓർഡർ കൊടുക്കുകയാണ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു വിഷയം എന്തിന്റെ പേരിലാണ് ഇങ്ങനെ
ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ ഹിന്ദു ഐക്യദാർഢ്യം എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അവരാണ് ഇനി കാര്യങ്ങൾ നോക്കിക്കൊള്ളുന്നത്, അവരാണ് ഇനി എല്ലാ കാര്യങ്ങളും ഇവരുടെ ഡീൽ ചെയ്യുന്നതെന്നാണ് ഈ പറയുന്ന ചെറുക്കൻ പറയുന്നത്. അതായത് മരിച്ചുപോയ ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ പറയണത്. ഇന്ന് ഞാൻ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. നൈസായിട്ട് കാര്യങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുവാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നല്ല രീതിയിലുള്ള കളിയുണ്ട്. അതായത് മാക്സിമം ഈ ഒരു സംഭവം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഇതിന് സത്യം കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. എന്നാലും ഇന്ന് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ കൊടുത്ത ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു എൻ്റെ ഋഷിപീഠമാണ്. എനിക്കിനി എൻ്റെ ഈ വയസ്സാം കാലത്ത് എനിക്ക് സമാധി ആവാനുള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സ്ഥലവും ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വരരുതെന്ന് മെമ്പറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ സമാധി എനിക്ക് ആവാനുള്ള സ്ഥലമാണെന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്കൊന്നും പറയാനാവില്ല. കാര്യം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഹിന്ദു ഐക്യവേദി ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് സഹകരണത്തിന് വന്നത്. ഇപ്പം അവർ നല്ല രീതിയിൽ തന്നെയാണ് അതിൽ മുന്നേറ്റം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഹിന്ദു ഐക്യവേദി ഒരു തീരുമാനം എടുക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കേട്ടല്ലോ, ഇപ്പം നേരെ ഹിന്ദു ഐക്യവേദിക്ക് കാര്യങ്ങൾ വിട്ടുകൊടുത്തിരിക്കുവാണ്. അപ്പം അവർ തീരുമാനിക്കട്ടെ, ഇനി അവരെ എല്ലാം നോക്കിക്കോളുമെന്ന്. അപ്പോൾ ഈ ഒരു വിഷയം നൈസായിട്ട് ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മനഃപൂർവ്വം ഈ സാധനം പൊളിക്കാതെ നീട്ടിക്കൊണ്ട് പോവാണ്. കാര്യം ജില്ലാ ഭരണകൂടം ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു സംഭവത്തിൽ ഓർഡർ ഇട്ടില്ല എങ്കിൽ ഈ സാധനം ഉറപ്പായിട്ടും കയ്യിൽ നിന്ന് പോകും. കോടതി എങ്ങാണ് ഇത് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. നാട്ടിൽ ഇനിയും പല സമാധികൾ നടക്കാനായിട്ട് നല്ല രീതിയിൽ ചാൻസസ് ഉണ്ട്. ഇത്തരം അന്ധമായ വിശ്വാസങ്ങളായിട്ടോ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും. ഇവർക്കൊക്കെ പ്രോപ്പർ കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത്. അതായത് അവരുടെയൊക്കെ ഇന്റർവ്യൂ എടുക്കാൻ പോയ ആൾക്കാർ തന്നെ പറയുന്നു അവർ ഇതിനകത്തൊക്കെ അഡിക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇവരെ ആരെയും പറഞ്ഞ് നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. അവർ ഈ മരണത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നാട്ടുകാരെ പറ്റിയിട്ടും മുസ്ലിങ്ങളെ പറ്റിയിട്ടുമാണ് ഇവർ സംസാരിക്കുന്നത്. എന്തായാലും കോമഡി തന്നെ. അതാണ് സാർ സർക്കാരിൻ്റെ സൈഡിലെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാറ്, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കളക്ടർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് എന്താണ് മക്കളുടെ അടുത്ത് ചോദിക്കാറുണ്ടല്ലോ, ഈ സമാധാനപരമായിട്ട് പോകുന്ന ഒരു അമ്പലം സമാധിയുള്ള ഈ സമാധി സ്ഥലത്ത് എന്താണ് ഇത്ര പ്രശ്നം നടക്കാനുള്ള കാരണമെന്ന് കളക്ടറും ആർഡിയും ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അപ്പം ഞങ്ങൾ എന്താ പറയുക, ഹിന്ദു ഐക്യവേദി ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൽ കുറച്ച് ആൾക്കാർ പ്രതികരണത്തെ പറ്റി ചോദിക്കുന്നതാണ്. നിങ്ങൾ പറയുകയാണെങ്കിൽ പറയാം. അതായത് സ്വാമി ഇതിൻ്റെ അകത്ത് ഉണ്ടോന്ന് തന്നെ അറിയില്ല എന്ന തരത്തിലുള്ള ഒരു സംശയങ്ങൾ പലരും പറയുന്നുണ്ട്. എങ്ങനെ സ്വാമി ഇതിൻ്റെ അകത്ത് ഉണ്ടോ, മക്കൾ കള്ളത്തിനും പറയുന്നതാണ്, സ്വാമി ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല എന്നുള്ളത് സത്യമാണ് എന്ന് വരെ പറയുന്നുണ്ട്. ഇവർക്ക് എന്താണ് താങ്കൾ? ഞാൻ ഇനി പറഞ്ഞു തരാം. ഇപ്പൊ നമ്മുടെ കേരളം ഇന്ത്യ പുരോഗമിച്ചല്ലോ. അപ്പൊ അവർക്കറിയാലോ ഇതിനകത്ത് സ്കാനർ ആളുണ്ടോ ഇല്ലയെന്ന്. സ്കാനർ വെച്ച് ആള് മിസ്സിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആള് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഈ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ ഇവർ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. ആള് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആള് ഇതിനകത്തുണ്ടോ എന്ന് പറഞ്ഞിട്ട് സ്കാനർ വെച്ച് നോക്കിക്കൂടായിരുന്നോ? ഇയാൾ എന്തൊരു വിഡിത്തമാണോ എന്ന് സംസാരിക്കുന്നത് അറിയത്തില്ല. ആൾ അതിനകത്തുണ്ടോ എന്ന് സ്കാനർ വെച്ച് നോക്കുന്നതല്ല, ആ ആൾ എങ്ങനെ മരണപ്പെട്ടു എന്നാണ് അറിയേണ്ടത്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. പോലീസുകാർ ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആൾ അതിനകത്തുണ്ടോ ഇല്ലയെന്നല്ല. നിങ്ങളുടെ വായിന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു ആൾ അതിനകത്തുണ്ട്, ആൾ സമാധി ഇരുന്ന ഞാൻ നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് ഓൾറെഡി തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇനി ആ ആൾ എങ്ങനെയാണ് മരിച്ചതെന്നാണ് അറിയേണ്ടത്. അല്ലാതെ അവിടെ സ്കാനർ കൊണ്ട് വെക്കാനും ഡ്രില്ലിംഗ് മെഷീൻ ഇട്ടിട്ട് കുത്തി തുറന്നിട്ട് അതിനകത്ത് ക്യാമറ വെച്ച് നോക്കാനും ഒക്കെ എന്തൊരു വിവരക്കേടാണ് ഇയാളൊക്കെ വിളിച്ച് പറയണത്. കാര്യം ഇയാൾക്കൊക്കെ ഈ ഒരു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാക്സിമം അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ. കാര്യം ഇത്രയും ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം, അത് ഭയങ്കര സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസ് വന്നിട്ട് ഇതെന്ത് പറയുന്നത്, അവർക്ക് തോന്നുന്ന സമയത്ത് അവർ പൊളിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇനി ഈ ഒരു വിഷയത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന്. എന്തായാലും ഗോപൻ സ്വാമിയുടെ സഹോദരി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അതായത് ഗോപൻ സ്വാമിയുടെ സഹോദരി പറയുന്നത് കൊച്ചുനാൾ തൊട്ടേ ഗോപൻ സ്വാമിയുടെ ആഗ്രഹമായിരുന്നു സമാധി ഇരിക്കണമെന്ന്. എന്നാൽ അവരുടെ നാട്ടുകാർ പറയുന്നത് ഈ പുള്ളി കുറച്ച് നാളായതേ ഉള്ളൂ ഈ പറയുന്ന അമ്പലം കാര്യങ്ങളും സ്വാമി എന്നുള്ള രീതിയിലൊക്കെ വന്നത്. പണ്ട് ഇയാൾ ചുമട്ട തൊഴിലാളിയായിരുന്നു. അന്നൊന്നും ഇയാളുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത പോലും ഇല്ലായിരുന്നു. അതുമാത്രമല്ല പുള്ളിക്കാരൻ എന്തോ ജയിലിലൊക്കെ കടന്നിട്ടൊക്കെ ഉണ്ട്, അടിപിടി കേസിലൊക്കെ. ഇതൊക്കെ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ കള്ളത്തരങ്ങൾ വന്ന് പറയുക കേട്ടോ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കാര്യം ഈ പറയുന്ന ബന്ധു എന്ന് പറയുന്ന സഹോദരിയും ഈ പറയുന്ന വീട്ടുകാരും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇവർ രണ്ടുപേരും താമസിക്കുന്നത്. ഈ സഹോദരിയുടെ ഫോട്ടോ കൊണ്ടുപോയി ഈ മൂത്ത മകന് കാണിച്ച സമയത്ത് മൂത്ത മകൻ പറഞ്ഞ എന്തായിരുന്നെന്ന് അറിയോ, ഇതാരാന്ന് ഞാൻ ഓർക്കുന്നില്ല എന്ന്. അതായത് അടുത്ത് താമസിക്കുന്നവരെ പോലും ഓർമ്മയില്ല, ബന്ധുക്കളാന്ന് പറയുന്നവരെ പോലും.
സ്വാമിയുടെ സമാധിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി തങ്കമ്മയ്ക്ക് പറയാനുണ്ട് നിരവധി കാര്യങ്ങൾ. ഈ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല, ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല. എന്റെ അണ്ണൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് മക്കള് അംഗീകരിച്ചും ഇന്ന് മുൻപോട്ട് പോകുന്നത്. അതാണ് സത്യം. ഇതിൽ ഒരു ദുരൂഹതയും ഇല്ല. ദുരൂഹത ഒന്നുമില്ല. ഇല്ല, ഒരു ദുരൂഹതയും ഇല്ല. ഞങ്ങൾക്ക് പോലും എന്റെ അണ്ണൻ മരിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആരടുത്തും ഒരു വാക്ക് പറയാത്തത് കൊണ്ടുള്ള വിഷമം ഞങ്ങൾക്കുണ്ട്, അത്രേ ഉള്ളൂ. ഗോപൻ സ്വാമി സമാധിയാവുമെന്ന് നേരത്തെ നിങ്ങൾ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു? നമ്മള് എന്തുടെയൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെയൊന്നും അറിയിച്ചിട്ടില്ല. കൊച്ചുകാലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ണന്റെ കുട്ടിക്കാലത്ത്. കാരണം നമ്മൾ കളിച്ചു വിളയാടുന്ന സമയത്തൊക്കെ എന്റെ അച്ഛന്റെ അച്ഛൻ മരുത്തോമലയിൽ സ്വാമിയായി സമാധിയായിട്ടുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ഗോപൻ സ്വാമിയുടെ അച്ഛന്റെ അച്ഛൻ ഇതുപോലെ സമാധി ഇരുന്നതാണ്. എന്തായാലും കുടുംബപരമായിട്ട് മൊത്തത്തിൽ ഒരു സമാധി തന്നെ. മൂത്ത മകനെ ഇതുപോലെ സമാധി ഇരുത്താനായിട്ട് നോക്കിയെന്ന് പറയുന്നു. പിന്നെ അതിനുശേഷം വീട്ടിനകത്ത് കുഴിയെടുത്തിട്ട് കുടിച്ചു മുടിയതാന്ന് പറയുന്നു. ഇപ്പൊ അടുത്തത് അച്ഛൻ്റെ അച്ഛൻ എങ്ങാണ്ട് സമാധി ഇരുന്നതായിരുന്നു. കൊച്ചുനാളിൽ കളിച്ച് വളരുന്ന സമയത്ത് ഗോപൻ സ്വാമി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അതേപോലെ സമാധി ഇരിക്കണമെന്ന്. എനിക്ക് ഇതൊക്കെ ആരെങ്കിലും ഒക്കെ വിശ്വസിക്കും ഈ കാര്യങ്ങളൊക്കെ? ഒരു മര്യാദക്കൊക്കെ തള്ളണ്ടേ? അപ്പൊ അത് കേട്ട് എന്റെ അച്ഛൻ അണ്ണൻ്റെ കൂടി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അണ്ണൻ ഒരാഗ്രഹം, അപ്പോഴേ ഒരാഗ്രഹം. അങ്ങനത്തെ ഒരു രീതിയിലാണ് എന്റെ അണ്ണൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി കോവിലിൽ പോവുകയും ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ശിവഭഗവാൻ. ഗോപൻ സ്വാമി സമാധിയാവുമെന്ന് കാണിച്ച് 30 വർഷം മുമ്പേ തീർത്ത കല്ലറയാണ് ഈ കല്ലറ. അതെ 30 വർഷമായ കല്ലറയാണ് ആ കിടന്ന കല്ലറ. അപ്പോഴും മനസ്സിൽ ആ ആഗ്രഹം കുടി കൊണ്ടത് കൊണ്ടാണ് ആ കല്ലറ അവിടെ വരാനും സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ അണ്ണ എന്നൊരു കാലം ആയാലും അവിടെ തന്നെ സമാധിയാവും. ഈ സമാധിയെ കുറിച്ച് ബാക്കി നാട്ടുകാർ പറയുന്നതിൽ ഒരു വിശ്വാസവും സ്വന്തം സഹോദരിയായ നിങ്ങൾക്കില്ല? എനിക്കില്ല. എന്റെ അണ്ണന്റെ ദുരൂഹത എന്ന് പറയാനേ എനിക്ക് പറ്റില്ല. അത്ര വിശ്വാസമാണ് എന്റെ അണ്ണന്റെ മക്കള് എനിക്കും എന്റെ അണ്ണനെ. മരണം നടന്നു കഴിഞ്ഞിട്ട് ഇവരെ പോലും വിളിച്ചറിയിച്ചിട്ടില്ല. അത് നിങ്ങൾ ആലോചിച്ചോണം. ഒരാളെപ്പോലും വിളിച്ചറിയിച്ചിട്ടില്ല. പേരിന് വേണ്ടിയെങ്കിലും പറഞ്ഞുകൂടെ? ശരിയായിരിക്കും, അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്ന പോലെ പവിത്രത നഷ്ടപ്പെടുമായിരിക്കാം. പക്ഷേ ഇവർ ഫോണിലെങ്കിലും വിളിച്ച് പറയാനൊരു മര്യാദയില്ലേ? അതുപോലും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുന്നത്. അത് ആലോചിച്ചോണം. കാര്യം ഇവരൊക്കെ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്? ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാതെ കഴിഞ്ഞതായിരുന്നു ആ ഒരു ഫാമിലി. പിന്നെ ഇവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കുന്നത്. അല്ലാതെ ഒരു സംശയത്തിനും ഇതിന് കാരണമില്ല. അത് സത്യമായ കാര്യമാണ്. എന്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ പറയാണ്. എന്റെ കൂടപ്പിറപ്പ് ആയതുകൊണ്ടല്ല പറയണത്. അണ്ണൻ ജനിച്ച അന്ന് തൊട്ടും ഞാനും വളർന്ന അന്ന് തൊട്ടും എന്റെ അണ്ണന്റെ സ്വഭാവം അമ്പലമേ എന്ന് പറഞ്ഞ് കഴിയുന്ന ഒരണ്ണനാണ്. അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് 35 കൊല്ലത്തിന് ആയതിനു ശേഷം അവര് വെജിറ്റേറിയൻ മാത്രമാണ് കഴിക്കാറുള്ളത്. മത്സ്യം മാംസവും ഒന്നുമില്ല. 4 വർഷമായി ഗോപൻ സ്വാമിയുമായി പിണങ്ങിക്കഴിയുകയാണെങ്കിലും ഗോപൻ സ്വാമിയെ കുറിച്ച് പറയുവാൻ നല്ല വാക്കുകൾ മാത്രമേ തങ്കമ്മ ചേച്ചിക്കുള്ളൂ. 4 വർഷമായിട്ട് പിണങ്ങി കഴിയുവാണ്. എന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണത്. ഓക്കെ, എനിവേ എന്തായാലും നടക്കട്ടെ. നമ്മളായിട്ട് ഇതൊന്നും തിരുത്താനായിട്ട് പോണ്ട. ഇനി ഇവരുടെ ഒരു അയൽവാസി ഈ ഒരു വിഷയത്തിൽ പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കേട്ടോ. വിവാഹം കഴിഞ്ഞ എപ്പോഴാണെന്ന് അറിയില്ല. ഏത് വർഷം ഇങ്ങോട്ട് താമസം മാറിയത്? അതും അത്ര പിടിയില്ല. അന്നൊരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ആയി അവർ ഇവിടെ താമസം മാറിയതാണ്. എന്തായിരുന്നു പ്രശ്നം? അത് പ്രശ്നങ്ങളൊക്കെ ഒരു അടിക്കേസായിരുന്നു. അങ്ങനെയൊക്കെ മാറിയതാണ് അന്ന്. ഗോസ്വാമിയുടെ കുടുംബമായിട്ടൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അന്ന് മാറി ഒക്കെ എല്ലാവരും മാറിപ്പോയാണ്. അവരെ കുടുംബമേ അവിടെ നിന്നൊക്കെ മാറിപ്പോയാണ്. അവിടെയൊക്കെ കൊടുത്തിട്ട് മാറിയാണ്. ഈ പിന്നെ ചുമട്ട തൊഴിലാളി ആകുന്നത് എപ്പോഴാണ്? ഈ ഗോപൻ സ്വാമിയായി മാറിയതും എപ്പോഴായി? അതും ഞാൻ അത്ര ഇങ്ങോട്ട് വന്നതിന് ശേഷം വലിയ ഒരു ഇതില്ല. കാണുമ്പം വിളിക്കും, അണ്ണാന്ന് വിളിക്കും, വേണമെന്ന് വിളിക്കും എന്നുള്ള ഒരു ഇതാണ്. സംസാരിക്കുകയൊക്കെ എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും. വലിയ കാര്യമൊക്കെ ആണ്. കാരണം നമ്മൾ പണ്ടുള്ള എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 3-4 വീടാണ്. ചാനൻ്റെ കരയിലായിരുന്നു താമസിച്ചിട്ടുണ്ടെന്ന്. എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? അന്നൊക്കെ നല്ല വ്യക്തിയാകുമായിരുന്നു. അന്ന് ഈ ഭക്തി മാർഗത്തിലൊക്കെ തന്നെയായിരുന്നു. അന്ന് ക്ഷേത്രവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ക്ഷേത്രങ്ങളൊക്കെ വെച്ചത്. ഇവിടെ വന്നതിന് ശേഷമാണ് ക്ഷേത്രവും കാര്യങ്ങളൊക്കെ വെച്ചതെന്ന് ആ പറയുന്ന സഹോദരി പറഞ്ഞില്ലേ, കൊച്ചുനാൾ തൊട്ടേ ഉള്ള അണ്ണൻ്റെ ആഗ്രഹമായിരുന്നു എന്ന്. അന്നൊന്നും ഭക്തിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ പുള്ളിക്ക്. ഈ പുള്ളി അടിപിടി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ജയിലിലൊക്കെ ആയിരുന്നു.
ഈ പുള്ളിക്കാരനും അത്ര വെടിപ്പുള്ള ആളല്ല. പക്ഷെ നമ്മൾ മരിച്ചു പോയുള്ള ആളെ പറ്റിയിട്ട് നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ മനുഷ്യനെ എങ്ങനെ മരിച്ചു എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത്. ഇതുപോലെ അന്ധവിശ്വാസങ്ങൾ തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം ഇനിയെങ്കിലും നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും പറയുക, ഇത്തരം കാര്യങ്ങളിനകത്തോട്ട് ഓവറായിട്ട് അഡിക്റ്റ് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാര്യം ഇത്ര അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെയുള്ള വിഡ്ഢിത്തരമായിരിക്കും നിങ്ങളുടെയൊക്കെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര എനിക്ക് പറയത്തുള്ളൂ. കാര്യം ആ ഒരു മനുഷ്യനെ കൊണ്ടുപോയി അവിടെ സമാധി ഇരുത്തി അവിടെ സ്ലാവ് ഇട്ട് പൂച്ചി അടച്ച് സുഗന്ധദ്രവ്യങ്ങൾ കൊടുത്ത് അതിൻ്റെ മണം, അതായത് വാടകയൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഒരു മനുഷ്യരെ എന്നിട്ട് ഈ ഒരു വിഷയത്തെ അറിയിച്ചിട്ട് പോലുമില്ല. ഫ്ലക്സ് അടിച്ചപ്പോഴും കണ്ട ആൾക്കാരറിയുന്ന പുള്ളി മരിച്ചു പോയെന്ന്. ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസ് അതിനെ ഇപ്പോഴും ജില്ലാ ഭരണകൂടം അത് വീണ്ടും നീട്ടിക്കൊണ്ട് പോവുകയാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്ത് ആ കല്ലറ പൊളിക്കുമെന്ന്. ഇനി ഞാൻ അരുൺകുമാർ, അതായത് റിപ്പോർട്ടർ TV-യിൽ അരുൺകുമാർ ഈ വിശ്വാസത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കിയോ. ഇവിടെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കുടുംബമൊന്നുമല്ല ഇവിടെയുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചൊവ്വാദോഷത്തിന് വേണ്ടി ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന, ചൊവ്വാദോഷ പരിഹാര കർമ്മങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ആചാര്യന്മാരെയും ജ്യോതിഷ പണ്ഡിതന്മാരെയും സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേരളീയ സമൂഹത്തിൽ ഈ ഒരു വാർത്ത എന്നെ അത്ഭുതപ്പെടുത്തുന്നതേയില്ല. നമ്മൾ ഈ സമാധിയെക്കുറിച്ച് പറഞ്ഞ ആ കുടുംബത്തെ കളിയാക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ചൊവ്വാദോഷത്തിൻ്റെ പരിഹാരകർമ്മം നടത്താൻ പോയവർ, ശത്രുസംഹാര പൂജയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തവർ, അതേപോലെ കയ്യിൽ ഏലസും പിന്നെ അരയിൽ ഏലസും കിട്ടി നല്ല ഭർത്താവിനെ കിട്ടാനും കൂടുതൽ മാർക്ക് കിട്ടാനും വേണ്ടിയിട്ട് ജ്യോതിഷ പണ്ഡിതന്മാരുടെ മുന്നിൽ പോയി ക്യൂ നിൽക്കുന്ന മനുഷ്യർ, ഇപ്പോഴും കൂടോത്രം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ, ഇവരൊക്കെ ഈ കുടുംബത്തിൻ്റെ അതേ മാനസിക നിലയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് ആ കുടുംബത്തെ പരിഹസിക്കാൻ ഞാനില്ല. ആ കുടുംബത്തിന് താരതമ്യേന വിദ്യാഭ്യാസപരമായും നിയമസാക്ഷരതയും കുറവുള്ള ഒരു കുടുംബമാണ്. വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം ഈ പുള്ളി പറഞ്ഞത്. അതായത് ഇപ്പോഴും ഇതുപോലെയുള്ള ഒരുപാട് മാനസിക രോഗികളുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത്തരം ചിന്തകളായിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ. ഇനിയെങ്കിലും അതൊക്കെ മാറ്റി വയ്ക്കുക, റിയാലിറ്റിയിലോട്ട് വരിക. അത്രയേ ഉള്ളൂ. ദൈവവിശ്വാസവും എല്ലാം നമ്മുടെ ഉള്ളിൽ വേണം. പക്ഷേ എന്നും പറഞ്ഞ് ഓവർ അഡിക്റ്റ് ആവാതിരിക്കുക. ഒന്നിനോടെ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങളുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല. അത് വേറെ രീതിയിലോട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് എല്ലാം ഒരു ലിമിറ്റ് ഇട്ട് വയ്ക്കുക. അല്ലാതെ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും കഴിവതും ലൈഫിൽ ആരും ചെയ്യാതിരിക്കാൻ വേണ്ടി ഇനി ശ്രമിക്കുക. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.